അതെ, നമുക്ക് അടിപൊളി ഒരു ഒണിയൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ മൂന്ന് ഐറ്റം മാത്രം മതി നമുക്ക്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതുപോലെ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉപ്പ് കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്ന സബോള നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുമ്പം ഒരുപാടങ്ങ് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒരു ബ്രൗൺ നിറമായാൽ മാത്രം മതി. ഇനി ഒരല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ശകലം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ശകലം നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഓണിയൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പം എല്ലാവരും എൻ്റെ കൊച്ചടുക്കള സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് സത്യം പറഞ്ഞാൽ അടിപൊളി കറിയാണ്. നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിനാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയണം. അതുപോലെ നമുക്ക് മുട്ടക്കറി വെക്കുന്നതിനാണേലും ഇതുപോലെ തന്നെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. എന്നാലും നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ്. അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ബായ്.